ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഡോക്ടർ റോണിയിൽ തന്നെ ഞാൻ ആദ്യം തുടങ്ങാം. അതായത് ഡോക്ടർ റോണി അഭിനയിക്കുന്ന എല്ലാ സിനിമകളും ഹിറ്റാണ്. ഇദ്ദേഹം ചെയ്യുന്നതിലെല്ലാം ഒരു വെറൈറ്റി ഉണ്ടാവും. അതിനെന്താ കാരണം? ഈ ഡോക്ടർ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും? അല്ലല്ല, ഡോക്ടർ പഠിച്ചോണ്ടല്ലോ. അത് ഞാൻ ഇവിടെ എൻ്റെ ട്രിവാൻഡ്രത്ത് MG കോളേജിലായിരുന്നു പഠിച്ചത്. MG കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വിന്നറായിരുന്നു. യൂത്ത് ഫെസ്റ്റിവൽ. പിന്നെ ഡ്രാമ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അതാണ് എൻ്റെ ഒരു ബേസ്, അഭിനയത്തിന്റെ ബേസ് കിട്ടിയത് MG കോളേജിൽ നിന്നാണ്. അവിടെ നിന്നാണ്. പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പലതരം വെറൈറ്റി ക്യാരക്ടേഴ്സ് ഇങ്ങനെ ലൈഫിൽ വരുന്നത്, അല്ലെങ്കിൽ സ്ക്രീനിൽ അത് കാണിക്കാൻ പറ്റുന്നതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ഹെലനില് മാത്തു ലാസ്റ്റ് ആഡ് ചെയ്ത സാധനമാണ്, സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ്. ബിനു പപ്പ എന്നോട് ചോദിക്കും, ബിനു എൻ്റെ ഡയലോഗ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ തനിക്കൊരു സെക്യൂരിറ്റി അലാറം വെക്കാറുന്നില്ലടോ. പറഞ്ഞു സർ സോറി സർ പറ്റിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു മാത്തു അത് ചേട്ടാ രണ്ടാക്കെന്ന് വെച്ചാൽ എങ്ങനെ തനിക്കൊന്നൊരു അലാറം വെക്കാറുന്നില്ലേ? സാർ ഞാൻ പൊതുവെ നല്ല ഉറക്കമുള്ള കൂട്ടത്തിലാണ് സർ, അലാറം വെക്കാറില്ല. അപ്പോൾ ചേട്ടാ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്തതാണ്. ഈ സജഷൻസ് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാ ഡയറക്ടേഴ്സും താങ്കൾക്ക് തരാറുണ്ടല്ലേ? അല്ല അങ്ങനെയല്ല. ഇപ്പോൾ ഗണേഷ് എന്ന് വെച്ചാൽ ഗണേഷിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ, ഒരു കുട്ടിച്ചോ എന്നുള്ള ഷോർട്ട് ഫിലിമിൽ ഞാൻ പണ്ട് അഭിനയിച്ചുള്ളതാണ്. അപ്പം അന്ന് ഗണേഷാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടനെ ഞാൻ കാണുമ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടും വില്ലനായിട്ടൊക്കെ കാണുന്നത്. ചേട്ടൻ ഇത്രയും ഒരു എന്താ പറയുക ഹ്യൂമർ സൈഡുള്ള ഒരാളാണല്ലോ ചേട്ടാ. ഞാനൊരു പടം ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഉറപ്പായിട്ടും ഞാനൊരു ഹ്യൂമർ ക്യാരക്ടർ ഞാൻ എഴുതി ചേർക്കുന്നു പറഞ്ഞു. അത് 2012 കുട്ടിച്ചോ നടന്നത്, 2016 ആനന്ദം നടക്കുന്നത്. അപ്പൊ ഗണേഷ് എഴുതി ചേർത്ത ക്യാരക്ടറാണ് ചാക്കോ മാഷ്. അപ്പൊ ഗണേഷ് എനിക്ക് വേണ്ടി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി എഴുതി ചേർത്ത ഒരു ക്യാരക്ടറാണ്. പിന്നെ വിനീതിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആയിരുന്നു. അതെ അതെ അതെ. ആൻഡ് സിനിമയും നല്ലതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, താങ്കളുടെ ക്യാരക്ടറും ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില കഥാപാത്രങ്ങളിൽ ഒന്ന് ഈ ആനന്ദത്തിലെ മാഷിന്റെ ക്യാരക്ടർ തന്നെയാണ്. മാളുവിന്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അതായത് വളരെ ചെറിയൊരു പ്രായത്തില് ഹീറോയിൻ ഒക്കെ ആയിട്ട് വന്ന ഒരാളാണ്. സോ എല്ലാം പ്ലാൻഡ് ആയിട്ട്, എനിക്ക് ഇത്ര വയസ്സിൽ തന്നെ സിനിമ ഒരു നടിയാവണം, അങ്ങനെയൊക്കെ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടാണോ ഈ ഒരു കരിയർ ചൂസ് ചെയ്തത്? ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഫിലിമിൽ ചെയ്യാൻ പറ്റുമെന്നോ. എപ്പോഴും സിനിമ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. ഒരു എന്താ പറയുക, ഞാൻ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നത്. അത് വന്നിട്ട് നിദ്ര എന്ന് പറഞ്ഞ ഫിലിമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് 916 ആണെന്നാണ്. ലീഡ് റോളിൽ കുറച്ച് ഹെവി ആയിട്ട് തന്നൊരു കഥാപാത്രം അതാണ് മീര എന്ന് പറഞ്ഞിട്ട് മോഹനൻ സാറിന്റെ. അതായിരുന്നു ലീഡിൽ ചെയ്തത്. ബട്ട് നിദ്രയാണ് ഫസ്റ്റത്തെ. അമ്മയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇവൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും എനിക്ക് ഭയങ്കര മടിയാണ്. ബട്ട് ടീച്ചർ പറയും നന്നായി ചെയ്യുവോളൂ, അരമണ്ഡലമൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനെ വേറൊരു സ്റ്റുഡന്റ് ഉണ്ടോ എന്ന് പോലും അറിയില്ല, പക്ഷെ മടിച്ചാണ്, ചെയ്യില്ല, പ്രാക്ടീസ് ചെയ്യില്ല എന്നൊരു ഇത് പറയും അമ്മ. ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലും ചെയ്യാത്ത ആള്. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവള് ഷോർട്ട് റെഡി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ കൂളായിട്ട് ചെല്ലുന്നുണ്ട്, ടെൻഷനൊന്നുമില്ല. അത് അമ്മയ്ക്കാണ് ടെൻഷൻ, ഈശ്വര എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ കൂളായിട്ട് ചെന്നു, അവർ പറയുന്നത് ചെയ്തു. ഈ 916 ഒക്കെ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തത് എനിക്കൊരു വെക്കേഷൻ മോഡായിരുന്നു. ഒരു 40-45 ഡേയ്സ് കാലിക്കറ്റില് ഈ പഠിത്തത്തിനുള്ളൊരു വെക്കേഷൻ അല്ലേ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. എന്താ അവര് പറയണേ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ്, അടിപൊളിയാണ്. രണ്ടുപേരും ആ സിനിമയിലുണ്ട് അല്ലേ? താങ്കൾ അതിലൊരു അതെ ചെറിയൊരു വേഷമാണെങ്കിലും ഉണ്ട്, പക്ഷെ കോമ്പിനേഷൻ ഇല്ല, കണ്ടിട്ടില്ല, ലൊക്കേഷൻ വെച്ചൊന്നും കണ്ടിട്ടില്ല. ഈ കുട്ടിയാണെന്ന് പിന്നെ എപ്പോഴാണ് മനസ്സിലായത്? റിലീസിന്റെ സമയത്താണ് മനസ്സിലായത് ഈ കുട്ടിയാണ് ദാറ്റ് കുട്ടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഒരു മമ്മൂക്ക പടം, ലാലേട്ടൻ പടം, അങ്ങനെ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമാണോ, അതോ നിങ്ങളുടെ ക്യാരക്ടേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമാണോ? എങ്ങനെയാണ് അങ്ങനെയല്ല സോസി. ഇപ്പോൾ ഞാൻ ഓപ്പണായി പറയാണ്, ഇപ്പൊ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നുള്ള സിനിമ ധീരജിന്റെ ഒപ്പം ചെയ്തു. അപ്പോൾ അതിനകത്ത് എനിക്ക് റിഡിയൻ മത്തായി എന്നുള്ള ക്യാരക്ടർ എനിക്ക് വെച്ചിരുന്നു, പോലീസുകാരനാണ്. ഉണ്ട കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ശരത്തെ ഒന്നും തോന്നണ്ട, സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ വായിച്ചപ്പോൾ ശരത്തെ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഉള്ളതായിട്ട് തോന്നിയില്ല, ഞാൻ ചെയ്യുന്നില്ല, അത് കൊടുത്തു. എന്തായിട്ട് ഞാൻ പറഞ്ഞില്ല, പോലീസ് തന്നെയാണ് വേണ്ടത്, അപ്പം എനിക്ക് താല്പര്യമില്ല, റിപ്പറ്റേറ്റീവ് ആണ്, എനിക്ക് താല്പര്യമില്ല. അപ്പം എനിക്ക് ആ സമയത്ത് പടമൊന്നുമില്ല. ചേട്ടാ വേറെ എന്തെങ്കിലും ചേട്ടൻ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ക്യാരക്ടർ ചോദിച്ചു. അപ്പോൾ ചേട്ടാ അത് വേറെ ആൾക്കും കമ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ മാറ്റണ്ട, ചേട്ടൻ എനിക്ക് അറിഞ്ഞെങ്കിൽ ചേട്ടനെ തന്നേനെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറി. പിന്നെ മനോജ് പൂമ്പറമ്പ് എന്നുള്ളൊരു ഊള രാഷ്ട്രീയക്കാരനായിട്ട്, ഒരു ഊളനയാൾ. അപ്പം നമ്മൾ ആ പോലീസ് വേഷം മാറ്റി നമ്മൾ ഇവനോടിലോട്ട് ഞാൻ മാറി. മൈക്കിൾ സ്കോഫിയോസ് എന്ന സിനിമ, അതിനകത്ത് പോലെ തന്നെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടാണ് വന്നത്. നമ്മളത് മാറ്റി അതിൻ്റെ ഒരു മേജർ വില്ലനായിട്ടുള്ള സാധനം ഏറ്റെടുത്തത്. എന്നുവെച്ചാൽ വളരെ ഒരു കോഫി ഷോപ്പ് മാനേജർ, എപ്പോഴും സാധാരണക്കാരനെ പോലെ സംസാരിച്ച് പോകുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയി കഴിയുമ്പോൾ എല്ലാ കാര്യത്തിനും പ്ലാൻ ചെയ്ത് വില്ലനാണ്. മാളവികയാണെങ്കിൽ എങ്ങനെയാണ്? എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, ബട്ട് ഉള്ളത് എനിക്ക് തോന്നുന്നു റിപ്പീറ്റേറ്റീവ് ആവരുത് എന്ന് എനിക്കും ഉണ്ട്. ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ
സ്റ്റാർട്ടിങ് ടൈമിൽ മകളായിട്ട് ചെയ്തു, അനീതിയായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ പലരും എൻ്റെ അടുത്ത് വോൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതെന്നെ ചെയ്തുകൊണ്ട് നിൽക്കണ്ട. ഞാൻ ആലോചിക്കുമ്പോൾ ഓക്കെ, ഇപ്പോൾ ജോർജ് ചേട്ടൻ്റെ മകളായി ചെയ്തു, ഇപ്പോൾ ഇവൻ ലാലേട്ടൻ്റെയോ മമ്മൂക്കിയുടെ മകളായിട്ടൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. അവരുടെ മകളായിട്ടല്ലേ ചെയ്യുന്നത്. പക്ഷെ പലരും എനിക്ക് വോൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതന്നെ ചെയ്തുകൊണ്ട് കരുതുക. പിന്നെ ഞാനും ശ്രദ്ധിച്ചു, ശരിയാ അതെന്നെ കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് അതിൽ ആ ക്യാരക്ടറിൽ എങ്കിൽ ഐ എം റെഡി ടു ഡു. ഇപ്പോൾ കൂടുതലും എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടെ ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, എന്ത് ക്യാരക്ടറാണോ അത് ആ ഒരു മൂവിയിൽ നോട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ജസ്റ്റ് ആർക്കായാലും ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്നല്ല, ഏത് ജോലിയാണ് ചെയ്യുന്നത് എങ്കിലും അതിനനുസരിച്ച് ചെയ്യും, അത്ര മാറി മറിഞ്ഞു അങ്ങനെയൊക്കെ. എന്താ പറയാ, സിനിമയുടെ കൂടെ തന്നെ റോണിച്ചേട്ടൻ ഷോർട്ട് ഫിലിംസ് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? വെബ് സീരീസ് ഇപ്പൊ ചെയ്യുന്നു. ഇല്ലടോ, ഷോർട്ട് ഫിലിം ചോദിച്ചാല് മിഥുൻ മാനുവൽ തോമസ് അല്ലേ നമ്മുടെ ആട് 5-ാം പാതിര. അപ്പോൾ പുള്ളിയുടെ നേരമ്പോക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്ലാറ്റ്ഫോം പുതിയ റൈറ്റേഴ്സിന് വേണ്ടി ഡയറക്ടേഴ്സിന് വേണ്ടി പുള്ളി ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്തതിൽ പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായി വിഷ്ണു ഭരതനും രാഹുൽ ശർമ്മയും ഡയറക്ട് ചെയ്ത് 2 ഷോർട്ട് ഫിലിംസ്. അതിൽ ഫസ്റ്റ് ഷോർട്ട് ഫിലിം നൈറ്റ് സലൂൺ ആയിരുന്നു. ഒരു ഷോർട്ട് ഫിലിമിൽ 2 ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചു. ഒന്നിൽ സണ്ണി വെയിൻ, വേറൊന്നതിൽ സുധീഷ് ചേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും പിന്നെ സഞ്ജു ശിവറാം, അങ്ങനെ പല ആൾക്കാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മൊത്തം 6-7 ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ നൈറ്റ് സലൂൺ റിലീസ് അത് ഭയങ്കര നന്നായി പോയി. അത് 2,50,000 വ്യൂവർഷിപ്പായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം ഇറങ്ങി, May 6th ഇറങ്ങി. അത് ദാസ് പാപ്പനംകോട്. ഷാജി സീസണിനെ വിളിച്ചു പറഞ്ഞു അവിടെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ജയേട്ടന് ജയസൂര്യനെ വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം. നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ തന്നെ ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ, പെട്ടെന്ന് വന്നു. നമുക്ക് നല്ല രീതിയിൽ ഒരു ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷം, മനസുഖം.